ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ഞങ്ങളുടെ കർത്താവും ദൈവമായുള്ളോവി, അനുഗ്രഹീതമായ ഈ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പകൽക്കാലം പിന്നിട്ട് മധ്യാഹ്നം കഴിഞ്ഞ ഈ നാഴികയിൽ ഞങ്ങൾക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ അങ്ങ് അവസരം തന്നല്ലോ. ഈ സമയം ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും തന്നതോർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ സമയത്ത് കർത്താവേ, അങ്ങയുടെ തിരുരക്തം കൊണ്ട് ഞങ്ങളെ ശിരസ് മുതൽ പാദം വരെയും കഴുകണമേ. ഞങ്ങൾ ഒരു പുതിയ മനുഷ്യനായി തീരുവാൻ, പുതിയ വ്യക്തിയായി തീരുവാൻ, അനുഗ്രഹത്തിന്റെ മകനായി തീരുവാൻ, വിശുദ്ധ വംശമായി മാറുവാൻ നീ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ നകന്നുപോയ നിമിഷങ്ങളേറെ എന്ന് ഞങ്ങൾ അറിഞ്ഞനുദപിച്ചേറ്റു പറയുന്നു. വിശുദ്ധിയോടെ ഈ ദിവസത്തെ കാക്കുവാൻ, സംസാരത്തെ എല്ലാം ശുദ്ധിയോടെ കാക്കുവാൻ ഞങ്ങളെ ബ്ലസ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധമായ രക്തം കൊണ്ട് ഞങ്ങളെ ശിരസ് മുതൽ പാദം വരെയും കഴുകണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാവരും, കുഞ്ഞുങ്ങളെല്ലാം, തലമുറയെല്ലാം കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രാർത്ഥനയിൽ പങ്കുചേരുന്നവർ വിശുദ്ധീകരിക്കപ്പെടട്ടെ. കർത്താവേ, ഹല്ലേലൂയ. ഈ സ്റ്റുഡിയോയിലിരിക്കുന്ന സ്ഥലം, ഇതിലൂടെ ബന്ധപ്പെട്ടിരിക്കുന്നവർ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം, ലോകം മുഴുവനുള്ള എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സകല ബന്ധനങ്ങളും യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു പോകട്ടെ. ഈ പ്രാർത്ഥനാ ഗോപുരം കർത്താവിന്റെ പരിശുദ്ധ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. വിശുദ്ധ രക്തത്താൽ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ, ആമീൻ. ഹല്ലേലൂയ. നന്ദിയാൽ എന്നുള്ളം പൊങ്ങുന്നേ, വല്ലഭാനിൻ സ്നേഹമോർക്കുമ്പോൾ വർണ്ണിച്ചിടാൻ സാധ്യമല്ലത്. എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ വർണ്ണിച്ചിടാൻ സാധ്യമല്ലത്. എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ കൊടും പാപിയായിരുന്നെന്നെ വഞ്ചേറ്റിൽ നിന്നും കയറ്റി. കൊടും പാപിയായിരുന്നെന്നെ വഞ്ചേറ്റിൽ നിന്നും കയറ്റി. ക്രിസ്തുവാകും പാറമേൽ നിർത്തി പുത്തൻ പാട്ടുമെന്റെ നാവിൽ തന്നതാ. ക്രിസ്തുവാകും പാറമേൽ നിർത്തി പുത്തൻ പാട്ടുമെന്റെ നാവിൽ തന്നതാ. നന്ദിയാൽ എന്നുള്ളം പൊങ്ങുന്നേ, വല്ലഭാനിൻ സ്നേഹമോർക്കുമ്പോ വർണ്ണിച്ചിടാൻ സാധ്യമല്ലത്. എന്റെ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ വർണ്ണിച്ചിടാൻ സാധ്യമല്ലത്. എന്റെ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന വചനം 1 കൊരിന്ത്യർ 7-ാം അധ്യായം അതിന്റെ 3-ാം വാക്യമാണ്. ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും കടപ്പെട്ടിരിക്കുന്നത് ചെയ്യട്ടെ. കുടുംബജീവിതത്തെ കുറിച്ച് പറയുന്ന ഏറ്റവും മനോഹരമായ അധ്യായത്തിൽ ഒന്നാണ് 1 കൊരിന്ത്യർ 7-ാം അധ്യായം. കുടുംബജീവിതത്തിൽ ഇപ്രകാരം ഒരു വാക്ക് പറയാൻ കാരണം അടിസ്ഥാനം വിശുദ്ധിയാണ്. ഓരോ മനുഷ്യരും ജീവിതത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കണമെന്നുള്ള ദൈവഹിതമാണ്. എങ്കിൽ മനുഷ്യൻ അശുദ്ധമാകുന്ന ഏറ്റവും വലിയ ഇടമാണ് വ്യഭിചാരം. വ്യഭിചാരം പല രീതിയിലുണ്ട്. പരസ്യമായി അല്ലെങ്കിൽ തങ്ങളുടെ ശരീരം കൊണ്ട് വ്യഭിചാരം ചെയ്യുന്നവരുണ്ട്, മനസ്സുകൊണ്ട് വ്യഭിചാരം ചെയ്യുന്നുണ്ട്. പല രീതിയിൽ വ്യഭിചാര ക്രിയകളിൽ അകപ്പെടുന്ന വ്യക്തിത്വങ്ങൾ ധാരാളമാണ്. അതുകൊണ്ട് കുടുംബജീവിതം എന്ന് പറയുന്നത് വ്യഭിചാര പാപത്തെ ഉപേക്ഷിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം കൽപ്പിച്ചാക്കിയിട്ടുള്ളതാണ്. അവിടെ പരിശുദ്ധമായ പ്രാർത്ഥനയോടുകൂടെ ക്രിസ്തുബന്ധത്തിൽ കുടുംബജീവിതം നയിക്കുമ്പോൾ അവർക്ക് വിശുദ്ധിയോടെ ജീവിക്കാൻ വിശുദ്ധിയുടെ തലമുറയുണ്ടാകുന്നു. ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുകയും ഭാര്യയ്ക്ക് വേണ്ടതെല്ലാം താൻ മനസ്സോടെ സഹായിക്കുകയും കൂടെ ഇരിക്കുകയും ചെയ്യുകയും തിരിച്ച് ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും അപ്രകാരം ക്രമീകരിക്കണമെന്ന് പറയുന്നു. പരിശുദ്ധാത്മാവ് നൽകുന്ന സന്ദേശം കുടുംബജീവിതത്തിൽ അപ്രകാരം അനുഗ്രഹീതമായൊരു ബന്ധം വന്നു ചേരണമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ക്രിസ്തുവിനെ, പരിശുദ്ധാത്മാവിനെ ആവശ്യമാണ്.
ഇനി കുടുംബജീവിതം ഇല്ലാത്ത ആളുകൾ, അങ്ങനെയുള്ള വ്യക്തികൾ ഇത് കേൾക്കുന്നുണ്ട്. ഭാര്യ മരിച്ചുപോയവർ, ഭർത്താവ് മരിച്ചുപോയവർ, വിവാഹം കഴിക്കാത്തവർ, അവരതിനെക്കുറിച്ച് വിചാരപ്പെടേണ്ട. അവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് കർത്താവിനോട് ചേരുമ്പോൾ വിശുദ്ധിയിലേറെ അനുഗ്രഹത്തോടെ ഉയരുവാൻ ദൈവം അവരെ ഒരുക്കുന്നു. അവർ കർത്താവിനോട് ചേർന്ന് വിശുദ്ധിയിൽ ജീവിച്ച് കൂടുതൽ അലങ്കാരമുള്ളവരായി ശോഭിതരാവാൻ ദൈവം തിരഞ്ഞെടുക്കുന്നു. ബാക്കിയുള്ളവർ കുടുംബജീവിതത്തിന്റെ വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അടിസ്ഥാനപരമായ ഒരു ഘടകമാണ്, സമൂഹത്തിന്റെ ഘടകമാണ് കുടുംബം വിശുദ്ധമാകാൻ യേശു ക്രിസ്തു അതിൽ വസിക്കട്ടെ. കുടുംബജീവിതം ഇല്ലാത്ത വ്യക്തിത്വങ്ങൾക്ക് ക്രിസ്തുവിനോടൊപ്പമുള്ള ജീവിതമാണ് അവരുടെ ജീവിതത്തെ അലങ്കാരമാക്കുന്നത്. രണ്ടു കൂട്ടരെയും അത്യുന്നതൻ വാഴ്ത്തട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കരങ്ങളിലേക്ക് ജീവിതം കൊടുക്കാം. നിങ്ങൾക്ക് കുടുംബജീവിതത്തിന്റെ തടസ്സങ്ങൾ മാറിപ്പോകുവാൻ, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ, കുടുംബജീവിതം വിവാഹമൊക്കെ തടസ്സമായി നിൽക്കുന്ന അതിന്റെ ബുദ്ധിമുട്ടുകളെല്ലാം മാറിപ്പോകാൻ, സാമ്പത്തികവും പൈശാചികവുമായിരിക്കുന്ന എല്ലാ ബന്ധനങ്ങളെല്ലാം അഴിഞ്ഞു മാറുവാൻ, നിങ്ങളൊരു അനുഗ്രഹമായി മാറുവാൻ കർത്താവ് നിങ്ങളെ വാഴ്ത്തട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവേ, ഈ സമയത്ത് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയമായ കിരണങ്ങളാൽ, അനുഗ്രഹീത ശബ്ദത്താൽ, ദൈവതേജസ്സിനാൽ ഞങ്ങളുടെ ജീവിതം അലങ്കൃതമാകണമേ. പരിശുദ്ധ അഭിഷേകത്തിന് ഞങ്ങളെ വിധേയപ്പെടുത്തണമേ. അന്ധകാരം ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന്, ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയണമേ. ഞങ്ങളൊരു അനുഗ്രഹമായി മാറുവാൻ, വിശുദ്ധമായി മാറുവാൻ, കൃപയുള്ളവരായി മാറുവാൻ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇവിടെ ഇരിക്കുന്നവർ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. സകല പൈശാചികമായ ബാധകൾ, ബന്ധനങ്ങൾ, കെട്ടുകളെല്ലാം ഈ പ്രാർത്ഥിക്കുന്നവരുടെ ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. വിശുദ്ധ ജീവിതത്തിന് അർഹരാക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതോർത്ത് നന്ദി പറയുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. പിതാവാൻ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ കൃപയും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംബന്ധവും ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടി ഇന്നും എന്നാളും ഉണ്ടാകട്ടെ. ആമീൻ. ഹല്ലേലൂയ.